السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. സ്നേഹ ആദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, അതുപോലെ സുഹൃത്തുക്കൾ, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഗുരുനാഥന്മാർ, പല ആളുകളും ഇന്ന് ആറടി മണ്ണിലാണ്. അല്ലാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഇട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നിങ്ങളിലേക്ക് എത്തുന്നത് സ്വപ്ന വ്യാഖ്യാനവുമായിട്ടാണ്. ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്ന സ്വപ്ന വ്യാഖ്യാനങ്ങൾ നിങ്ങൾ പരമാവധി കേൾക്കുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം സ്വപ്നം കാണാറുണ്ട്. പല സ്വപ്നങ്ങളും കാണുന്നവരാണ് നാം. അതിൽ നല്ലതും ചീത്തയുമുണ്ട്. എന്നാൽ നാം ഇവിടെ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ഡെയിലി നിങ്ങൾക്ക് ഓരോ സ്വപ്നത്തിൻ്റെയും മെസ്സേജ് നിങ്ങൾക്ക് തരുന്നു. ഇന്നത്തെ മെസ്സേജ് എന്നത് ആകാശമാണ്. ഒരാൾ ആകാശം സ്വപ്നം കണ്ടാൽ, എന്താണ് ആകാശത്തെപ്പറ്റി സ്വപ്നം കണ്ടാൽ എന്താ ചെയ്യേണ്ടത്, എന്താ ആവുക? ആകാശം സ്വപ്നം കണ്ട് നല്ലതാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊക്കെ സംശയമുള്ള ഒരുപാട് ഉമ്മമാരുണ്ടാവും, സഹോദരിമാരുണ്ടാവും, ഒരുപാട് ആളുകളുണ്ടാവും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾ ആകാശത്തേക്ക് കയറി അതിൽ പ്രവേശിച്ചതായി സ്വപ്നം കണ്ടാൽ, ആകാശത്തേക്ക് കയറി അതിൽ പ്രവേശിച്ചതായി സ്വപ്നം കണ്ടാൽ താമസിയാതെ രക്തസാക്ഷിയാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിക്കുകയും ചെയ്യും. മനസ്സിലായോ? ഓൻ പരിപൂർണ രക്തസാക്ഷിയാകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും. പിന്നീടോ, സിറാത്തുൽ മുസ്തഖീം എന്ന സ്വർഗത്തിലേക്കുള്ള പാലത്തിലൂടെ അയാൾ നിഷ്പ്രയാസം കടന്നു പോകുകയും ദുനിയാവിൽ ഉന്നത പദവിയും സൽപ്പേരുമുണ്ടാവും. നല്ല പദവി ഉണ്ടാവും, ദുനിയാവിൽ സൽപ്പേരൊക്കെ ഉണ്ടാവും. സ്വന്തമായി കയറാതെ ആകാശത്തിൽ എത്തി അവിടെ നിൽക്കുന്നതായി സ്വപ്നം കണ്ടാൽ, ആരും കയറ്റിയതല്ല, സ്വന്തം കയറിയതുമല്ല, എന്നാൽ ആകാശത്തിൽ എത്തി അവിടെ നിൽക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ വിദൂരമല്ലാത്ത ഭാവിയിൽ രക്തസാക്ഷിയാവുകയും, കൂടുതൽ വിദൂരത്തല്ലാത്ത ദിവസങ്ങളിൽ അവനെന്ത് ചെയ്യും? രക്തസാക്ഷിയാവുകയും, എന്നാൽ ഉടനെ ചില ഭൗതിക നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും. ചില ഭൗതിക നേട്ടങ്ങൾ എന്ത് ചെയ്യും? ലഭിക്കുകയും ചെയ്യും. ആകാശം തനിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിലോ, ആകാശം നമുക്ക് ചുറ്റും കറങ്ങുന്നതായി സ്വപ്നം കണ്ടാൽ ഉടനെ ഒരു ദൂരയാത്ര ചെയ്യും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഭൂമി നമ്മളെ തലക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നതായിട്ട് ഇങ്ങനെ കണ്ടാൽ നമ്മൾ
പ്രതീക്ഷിച്ചോ ഞങ്ങൾ ദൂരയാത്ര പോകാൻ ഒരുങ്ങി കഴിഞ്ഞു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ പറയാനും നിങ്ങൾക്ക് കേൾക്കാനും സർവശക്തനായ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഓരോ ദിവസവും ഓരോ വസ്തുവിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ആടുണ്ട്, പോത്തുണ്ട്, പശുണ്ട്, അങ്ങനെ പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും നേരുന്നു. അല്ലാഹു നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും ഓരോ സൽപ്രവർത്തികളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ വീഡിയോ നിങ്ങളെല്ലാവരിലേക്കും എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.